പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ചിട്ട് നമ്മൾ ഇതിന്റെ മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലേ. എന്താണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ സ്ട്രക്ചർ? സബ്ജക്റ്റ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ്, ഇതിലേതെങ്കിലും ഒരു ഓക്സിലറി വെർബ് പ്ലസ് വി ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? വെർബിന്റെ മൂന്നാമത്തെ രൂപം പ്ലസ് ഒബ്ജക്റ്റ്. ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ സ്ട്രക്ചർ. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് വി3 പ്ലസ് ഒബ്ജക്റ്റ്. ഇനി ഹാസ് ഉപയോഗിക്കുന്നത് എവിടെയാണ്? സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയാണ് ഹാസ് ഉപയോഗിക്കുന്നത്. ഹാവ് ഉപയോഗിക്കുന്നതോ പ്ലൂറൽ സബ്ജക്റ്റിന്റെയും കൂടെയാണ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള സെന്റൻസുകളും നമ്മൾ കുറെ നോക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള ഒരു സെന്റൻസിൽ നിന്നും എങ്ങനെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഐ ഹാവ് കുക്ക്ഡ് ബിരിയാണി. ഐ ഹാവ് കുക്ക്ഡ് ബിരിയാണി എന്ന് പറഞ്ഞാൽ ഞാൻ ബിരിയാണി പാചകം ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിൽ നിന്നും യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക? ഹാവിനെ സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവരിക. ഹാവ് ഐ കുക്ക്ഡ് ബിരിയാണി? ഹാവ് ഐ കുക്ക്ഡ് ബിരിയാണി? ഞാൻ ബിരിയാണി പാചകം ചെയ്തിട്ടുണ്ടോ? ഐ ഹാവ് കുക്ക്ഡ് ബിരിയാണി എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? ഞാൻ ബിരിയാണി പാചകം ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നും എങ്ങനെയാണ് നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയത്? ഹാവിനെ സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവരിക. ഹാവ് ഐ കുക്ക്ഡ് ബിരിയാണി? ഞാൻ ബിരിയാണി പാചകം ചെയ്തിട്ടുണ്ടോ? ഇവിടെ ഐ എന്ന സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ട് ഹാവ് എന്ന ഓക്സിലറി ആണ് വന്നത് അല്ലേ? ഐ ഹാവ് കുക്ക്ഡ് ബിരിയാണി. ഇനി അടുത്ത് നോക്കൂ, ഷീ എന്നുള്ള സിംഗുലർ സബ്ജക്റ്റ് വന്നപ്പോൾ ഹാസ് എന്നുള്ള ഓക്സിലറി വെർബാണ് വന്നത്. ഷീ ഹാസ് കുക്ക്ഡ് ബിരിയാണി. ഷീ ഹാസ് കുക്ക്ഡ് ബിരിയാണി. അവള് ബിരിയാണി പാചകം ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നും എങ്ങനെയാണ് നമ്മൾ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക? ഹാസിനെ സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവരിക. ഹാസ് ഷീ കുക്ക്ഡ് ബിരിയാണി? ഹാസ് ഷീ കുക്ക്ഡ് ബിരിയാണി? അവള് ബിരിയാണി പാചകം ചെയ്തിട്ടുണ്ടോ? ഷീ ഹാസ് കുക്ക്ഡ് ബിരിയാണി എന്ന് പറഞ്ഞാൽ അവൾ ബിരിയാണി പാചകം ചെയ്തിട്ടുണ്ട്. ഹാസ് ഷീ കുക്ക്ഡ് ബിരിയാണി? അവൾ ബിരിയാണി പാചകം ചെയ്തിട്ടുണ്ടോ? എങ്ങനെയാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള ഒരു സെന്റൻസിൽ നിന്നും യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്? ഓക്സിലറി വെർബായ ഹാസിനെയും ഹാവിനെയൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്? സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവരുന്നു. ഓക്കെ, ഇനി അടുത്തൊരു ഉദാഹരണം കൂടി നോക്കാം. യു ഹാവ് പ്ലേഡ് ക്രിക്കറ്റ്. യു ഹാവ് പ്ലേഡ് ക്രിക്കറ്റ്. നിങ്ങൾ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് സെന്റൻസ് വന്നിട്ടുള്ളത് നോക്കൂ. യു എന്ന പ്ലൂറൽ സബ്ജക്റ്റ് വന്നത് കൊണ്ട് ഹാവ് എന്ന ഓക്സിലറി ആണ് വന്നത്. പ്ലേയുടെ വി3 ആയ പ്ലേഡ് വന്നു. ഒബ്ജക്റ്റ് എന്താ വന്നത്? ക്രിക്കറ്റ്. യു ഹാവ് പ്ലേഡ് ക്രിക്കറ്റ്. നിങ്ങൾ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും എങ്ങനെ നമുക്ക് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം? ഹാവിനെ സെന്റൻസിന്റെ അകത്തോട്ട് കൊണ്ടുവരിക. സെന്റൻസിന്റെ അകത്തിലോട്ട് കൊണ്ടുവരുമ്പോൾ എന്താവുന്നു? ഹാവ് യു പ്ലേഡ് ക്രിക്കറ്റ്? ഹാവ് യു പ്ലേഡ് ക്രിക്കറ്റ്? നിങ്ങൾ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടോ? യു ഹാവ് പ്ലേഡ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. ഹാവ് യു പ്ലേഡ് ക്രിക്കറ്റ്? നിങ്ങൾ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയി. ഇനി അടുത്ത് നോക്കൂ, ഹി ഹാസ് പ്ലേഡ് ക്രിക്കറ്റ്. അവൻ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. ഹി എന്നുള്ള സിംഗുലർ സബ്ജക്റ്റ് വന്നപ്പോൾ ഹാസ് എന്നുള്ള ഓക്സിലറി ആണ് വന്നത് അല്ലേ? ഹി ഹാസ് പ്ലേഡ് ക്രിക്കറ്റ്. അവൻ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിൽ നിന്ന് നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്? ഹാസിനെ സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവരിക. ഹാസ് ഹി പ്ലേഡ് ക്രിക്കറ്റ്? ഹാസ് ഹി പ്ലേഡ് ക്രിക്കറ്റ്? അവൻ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടോ? ഹി ഹാസ് പ്ലേഡ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അവൻ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. ഹാസ് ഹി പ്ലേഡ് ക്രിക്കറ്റ്? അവൻ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടോ എന്നുള്ള യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയി. ഓക്കെ, താങ്ക് യു.